Hi friends, welcome back to my channel. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി വെറൈറ്റി ചിക്കൻ കറി ആയാലോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊക്കെയാണ് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ മാറ്റി വെക്കണം. ശരിക്കും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഉപ്പൊക്കെ ചിക്കന് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിൽ 2 വലിയ ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാനിവിടെ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 കറാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ ഉള്ളിയുടെ ആ വെള്ളമൊക്കെ ശരിക്കും പോയി ഏകദേശം ഒരു കളറ് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഉള്ളിയുടെ വെള്ളമൊക്കെ വറ്റി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമുക്ക് 2 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഏകദേശം തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഒരു 5 മിനിറ്റ് ആവുന്ന മൂടി വെക്കാം. ആ ചിക്കനിൽ ശരിക്കും മസാലയുടെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് മൂടി വെച്ച് ചിക്കൻ ശരിക്കും വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്, കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഫൈനലി നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇത് പൊറോട്ടയുടെ കൂടെ കഴിക്കാം, നാണ്, ചപ്പാത്തി, പത്തിരി ആയാലും പ്രശ്നമില്ല. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.